ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെ പോണേ? നമ്മൾ ശംഖുമുഖം ബീച്ചിലേക്കാണ് പോകണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ശംഖുമുഖം ബീച്ച്. അപ്പോൾ ആ ബീച്ചിന്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. സോ ഇതാണ് ശംഖുമുഖം ബീച്ചിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് വണ്ടികളൊക്കെ ചാർജ് ചെയ്യാനായിട്ട് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ പാർക്കിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് പാർക്കിംഗ് വരിക. ശംഖുമുഖം ബീച്ചിന്റെ ഐക്കോണിക് സാധനം എന്നറിയപ്പെടുന്നത് ഈ ഒരു ശില്പമാണ്. ഇതാണ് നമ്മുടെ മത്സ്യകന്യക എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്തോ പറു? ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു മത്സ്യകന്യകയാണ്. 35 അടിയോളം ഏകദേശം വരും. ശില്പി എന്ന് പറയുന്നത് കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്നൊരു ശില്പിയാണ്. അതാണ് മെയിനായിട്ടും. ഇത് പല ആംഗിളിൽ നോക്കുമ്പോഴും ഓരോരോ ഭംഗിയാണ് ഇതിന്. അവിടെ ഒരു ചെറിയ രീതിയിലൊരു കൊത്തുപണി കാണാം. ആ ശില്പിയുടെ പേരാന്ന് തോന്നണം അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ആ ഒരു സ്കൾപ്ചറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 2 വർഷം ഏകദേശം എടുത്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 105 ഫീറ്റ് ഹൈറ്റ് ലെങ്ത്തും 25 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റും എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ. സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ്. അവിടേക്ക് നോക്കിയാൽ നമുക്ക് നേവിയുടെ ഒരു ഹെലികോപ്റ്റർ, പണ്ട് ഉപയോഗിച്ചിരുന്നൊരു ഹെലികോപ്റ്റർ അവിടെ ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ട്. വാർ വിൻറ്റേജ് ആണ് ആക്ച്വലി. എന്നിട്ട് എഴുതിയിട്ടുണ്ട് എഴുതരുത് തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഏത് വിഭാഗത്തിൽ വരുന്ന ഹെലികോപ്റ്റർ ആണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശംഖുമുഖം ബീച്ചിൽ നമുക്ക് ഒരുപാട് ഗെയിം സോണുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, എസ്പെഷ്യലി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് പണ്ടത്തെ ഒരു വിൻറ്റേജ് ഒരു ഹോട്ടലാണിത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ ലെവലിലൊക്കെ ഉള്ളൊരു ഹോട്ടലാണിത്. പിന്നെ അപ്പുറം നിങ്ങൾക്ക് ബീച്ചിൻ്റെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് സൺസെറ്റ് കാണാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ബീച്ചാണ് ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ ചെറിയ കടകൾ, തട്ടുകടകൾ, ഐസ്ക്രീം, അങ്ങനത്തെ കടകളൊക്കെ ഈ പോകുന്ന വഴികളിലൊക്കെ ഉണ്ട്. നമ്മൾ കയറി വന്ന അപ്പുറത്തെ മെയിൻ എൻട്രൻസ് വഴിയിലും അതൊക്കെ ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഇതാണ്, ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ മതിലുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതുപോലെ ചെറിയ ചെറിയ തട്ടുകടകളും സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ നല്ലോണം ഉണ്ട് ഇവിടെ. വളരെ തിരക്ക് കുറവാണ് ഇന്ന്, വീക്ക് ഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലേ? സാധാരണ നല്ല തിരക്കാണ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു പക്ഷിയുടെ ഒരു പൊന്മാനാന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു സ്കൾപ്ചർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് ബോട്ടിൽസ് വെച്ചിട്ടാണ്, ബോട്ടിൽസിൽ പെയിൻ്റ് അടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് കംപ്ലീറ്റ് നമ്മുടെ കുപ്പിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫുള്ള് വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ എഴുതിയിട്ടുണ്ട് ഇതിൽ, അൺഈവൻ സർഫേസ് ആണ്, ഇടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സൺസെറ്റ് കാണാം, സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അവിടെ. അങ്ങനെ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ തോണികളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ശംഖുമുഖത്ത് എപ്പോഴും ഭയങ്കര തിരയാണ് ബീച്ചിൽ. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ അങ്ങനെ
പെർമിഷൻ ഇല്ലാത്തൊരു ബീച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അധികം ആൾക്കാർ ഇറങ്ങി കണ്ടിട്ടില്ല ഇവിടെ. നമ്മളിവിടെ കംപ്ലീറ്റ് വർക്കിംഗ് ആണ് ഇവിടെ നൈറ്റിൽ ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു നൈറ്റ് സാധനങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. അവിടെ കാണാം എൻട്രി റെസ്ട്രിക്റ്റഡ് ആണെന്നുള്ളത്. വർക്കിംഗ് നടക്കുന്നതുകൊണ്ടാണ് അത്. അവിടെ നമുക്ക് കാണാം സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും ഏകദേശം. ഇവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഇതാണ്. എന്താ വേറെ കാര്യമായിട്ട് നോക്കുന്നത്? ഇവിടെ ഒരു കുതിരയുണ്ട്. ഇവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് കേട്ടോ. മണ്ണിൻ്റെ അടിയിലൊക്കെ കമന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ബീച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു അമ്പലം പോലെ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ട്. അതിൻ്റെ മതിലേലെല്ലാം അത്യാവശ്യം ശംഖിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ആ ശംഖുമുഖം ബീച്ചിൻ്റെ തൊട്ടിപ്പുറമായിട്ട് തന്നെ ശംഖുമുഖം ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ കുറേ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടിരുന്ന അമ്പലം എന്ന് പറയുന്നത് ശംഖുമുഖം ദേവീക്ഷേത്രമായിരുന്നു. ഇതിൻ്റെ ഒരു ആർച്ചും ബോർഡും ഒക്കെ നമ്മളിപ്പോഴാണ് ഇവിടെ കണ്ടത്. പിന്നെ നമുക്ക് ബീച്ചിൽ ഒരു നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് അതിൻ്റെ കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടുന്നൊരു ഇതെന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഈ സൈഡിൽ റോഡിൻ്റെ ഒരിക്കലും നമുക്ക് നിന്നിട്ട് വാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് ഉള്ളത്. ശംഖുമുഖത്താണ് ഡൊമസ്റ്റിക് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ശംഖുമുഖം ബീച്ചിൻ്റെ കുറച്ച് വ്യൂസ് മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് നമുക്കധികം ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.